ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താ സക്കരിയക്ക് ഡയറക്റ്റ് ചെയ്യണ അനുക്കെ പാടണ അനു ഷാംക്കൊക്കെ അല്ലേ ഷാഫിഖല്ലല്ലേ ഒരു പടത്തിൽ അതിലൊരു റോളുണ്ട്. അല്ല പടമല്ല സോറി, മ്യൂസിക് വീഡിയോയിലൊരു റോളുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നു. ഷാദി മസ്തിക്ക് ശേഷം ഷാദി മസ്തിയും പിന്നെ നമ്മളെ കൂട്ടുകാരനെ വീഡിയോ കൂടി ഉണ്ടായിരുന്നു. അതിന് രണ്ടിന് ശേഷം മ്യൂസിക് വീഡിയോ ആണ്. സക്കരിയക്കാൻ്റെ ഒപ്പം ഷംഖാൻ്റെ ഒക്കെ ഇപ്പോൾ അഭിനയിക്കാൻ പറ്റിയില്ല. നല്ലൊരു ഭാഗ്യം തന്നെയൊക്കെ കൂട്ടാണ്. ഇതിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് മുഴുവൻ സമയം ഷൂട്ടിലാണോ അതോ പഠിത്തത്തിന്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണോ? ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുന്നതിൽ സീനൊന്നും ഇല്ല, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇക്കായാണല്ലോ ഹനാൻ. അപ്പൊ ഈ പുറത്തേക്ക് വരുമ്പോ ഷൂട്ടിന്റെ ഇടയിൽ ഒരു കോ ആക്ടറായിട്ടും കൂടെ നിൽക്കുമ്പോ എങ്ങനെയാ അനുഭവം? നല്ലൊരു അനു ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അഭിനയിക്കാനൊരു ഇതാണ്. ഇപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ദിവസം 2 ദിവസം ആയപ്പോൾ തന്നെ എല്ലാവരും ഒപ്പം കംഫർട്ടബിൾ ആയി. അപ്പോൾ അനു ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി കോൺഫിഡൻസ് ആണ്. പിന്നെ അനു എല്ലാവരായിട്ടും ഇൻട്രോഡ്യൂസ് ചെയ്യിപ്പിക്കും. ഇതാണ് അനിയനാണ്, നമ്മൾ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിനയിക്കാനൊരു രസമാണ്. ഈ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലെ കഫി എന്നല്ലാതെ വേറൊരു പേരുണ്ടല്ലോ, സ്റ്റീൽ എന്നൊരു പേരുണ്ടല്ലോ. എന്താ പേരിന്റെ ഒരു കഥ എന്താ? അത് എന്ന് പറഞ്ഞാൽ പണ്ട് അനു ലൈവ് ഇടുവേനും ഈ പാട്ടൊക്കെ പാടി അനുവിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് അനു ഇതായി വളർന്നു വന്നത്. അപ്പോൾ അനു നല്ലോണം രാത്രി ലൈവ് ഇടുവേനും. അപ്പോൾ ലൈവിലൊന്ന് വാപ്പ അനു വണ്ടിയൊക്കെ പൈസ എടുക്കാൻ ഒന്ന് പോയി. അപ്പോൾ ലൈവ് ഇങ്ങനെ കിടക്കുക. അതിൽ ഞാൻ ചെറുതായപ്പോൾ ഇങ്ങനെ ബോഡി കാട്ടിപ്പോയി. അതിൽ ആരും ചോദിച്ചതാണ് ആരാണ് ആ സ്റ്റീൽ ബോഡി ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒന്നൊരു പേരാണ് ആ സ്റ്റീൽ ബോഡി ആരാണെന്നില്ലേ. അപ്പോൾ സ്റ്റീൽ ബോഡി എന്നുള്ളത് സ്റ്റീലായി. ഒരു ഇരട്ടപ്പേര് ഇത്രയും സ്നേഹത്തിൽ വിളിക്കുന്നത് ഒരാളെ ആദ്യമായിട്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും സ്റ്റീലാണ് ഇപ്പോ. ആർക്കും എൻ്റെ ശരിക്കും ഒരു അഫീഫാണ്. സ്റ്റീൽ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് എന്താണേലും നമ്മളെ അറിയണ ആൾക്കാരാണ്. അറിയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ. പക്ഷെ നിങ്ങളുടെ വ്ളോഗുകൾ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഉമ്മാനെ കാണുമ്പോൾ എന്തോ നമ്മുടെ സ്വന്തം വീട്ടിലൊരു ഉമ്മയാണ്. ഇപ്പൊ കുട്ടികളൊക്കെ ഉമ്മയുടെ അന്വേഷണം പറയുന്നൊക്കെ പറഞ്ഞു വിടുന്ന കുറെ അനുഭവങ്ങളൊക്കെ ഇപ്പൊ അനുവിനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. വീട്ടിലുള്ള ഒരു ഇതെങ്ങനെയാ നിങ്ങൾ എല്ലാവരും തമ്മിലുള്ളൊരു? ഞങ്ങളെല്ലാവരും തമ്മിൽ പറഞ്ഞാൽ വ്ളോഗിൽ നമ്മൾ എന്താണോ അത് തന്നെയാണ് നമ്മൾ വീട്ടിലും. നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന വ്ളോഗ്സ് അല്ല നമ്മൾ അടുത്ത് തുടങ്ങും. വ്ളോഗ് എടുത്തോണ്ട് തുടങ്ങും, അതിൽ സംഭവിക്കണം സംഭവിക്കും, അങ്ങനെ ഒരു വ്ളോഗാണ് നമ്മളത്. അതുകൊണ്ട് വ്ളോഗിൽ ഇങ്ങനെയാണ്. നമ്മൾ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇതിനും. ഇപ്പോൾ ഏതിലിപ്പോൾ ഓരോട് ഇപ്പോൾ നമുക്ക് ഭയങ്കര ട്രസ്റ്റാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയും, എന്തുണ്ടെങ്കിലും ഇങ്ങോട്ടും പറയും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവർക്കും ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ബോണ്ടിങ് നല്ല രസം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇപ്പം ഇമ്മയും ബ്രദേഴ്സുമായിട്ട് നല്ല ബോണ്ടിങ് വെക്കുക, ഓലായിട്ട് തെറ്റും പിടിയിലൊന്നും ഇതാക്കുക, എന്നത്തെ നല്ല രസം. ഈ ഹനാന്റെ ഫ്രണ്ട്സും നിങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ഇതെങ്ങനെയാ? അതെന്ന് പറഞ്ഞാൽ അനുവിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ അനു വീട്ടിൽ കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്രണ്ട്സ് ആവും. എല്ലാവരും ഇപ്പോൾ ഈച്ചുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ ആ ഒരു ഏജിൻ്റെ ഡിഫറൻസ് നമ്മൾ കാണിക്കൂല. അപ്പോൾ ഓല് സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മളെ കൂട്ടും ഇരിക്കുക, ആ ഓരോ കാര്യം നമ്മൾ സംസാരിക്കും. അപ്പോൾ നമ്മൾ തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏട്ടന്മാരെ ഫ്രണ്ട്സ് അങ്ങനെ ഒരു വഴി, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല, എല്ലാവരും തമ്മിലൊരു ഇതുണ്ട്. ഇനി സിനിമയിലൊക്കെ പ്രതീക്ഷിക്കാവോ? സിനിമയിൽ ഇൻഷാ അത് കഴിഞ്ഞിട്ട് നല്ല റോൾ കിട്ടിയാൽ എന്തായാലും സിനിമയ്ക്ക് പോകും.